ॐ स्थापकाय च धर्मस्य सर्वधर्मस्वरूपिणे അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. മനോനിയന്ത്രണം വളരെ രസകരമായ ഒരു വിഷയമാണ്. എന്നാൽ മനസ്സിനെ നിയന്ത്രിക്കുന്ന പരിശ്രമം ഒരു രസവുമില്ലാത്തതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. ഇതുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് കുറുവാഞ്ചി എന്ന മാസികയിൽ വന്ന ഒരു കഥ ഓർമ്മിക്കുന്നു. ഒരു പ്രശസ്തനായ മല്ലയുദ്ധക്കാരൻ ഒരു ദിവസം പ്രഖ്യാപിച്ചു, ഞാൻ ചാമുണ്ഡി മല തലയിൽ ചുമക്കുന്നതാണ്. അതിനായി ഒരു ദിവസവും പ്രത്യേക സമയവും അവൻ അറിയിച്ചു. ആ ദിവസം അനവധി ആളുകൾ മലയുടെ അടിവാരത്ത് തടിച്ചുകൂടി. അവനും എത്തി. സമീപത്തെ ഒരു കല്ലിന്മേൽ ഇരുന്നു കൊണ്ട് മസിലുകൾ കാട്ടിത്തുടങ്ങി. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല. ചിലർ അടുത്തെത്തി അവനോട് ചോദിച്ചു, നിങ്ങൾ ചാമുണ്ഡിമല തലയിൽ എടുക്കുമെന്ന് പറഞ്ഞുവല്ലോ, ഇപ്പോൾ എന്തുകൊണ്ട് അത് ചെയ്യാതെ ശാന്തനായിരിക്കുന്നു? അവൻ മറുപടി നൽകി, അതെ, ഞാനും അതുതന്നെയാണ് കാത്തിരിക്കുന്നത്. ദയവായി നിങ്ങൾ മല പൊക്കിയെടുത്ത് എൻ്റെ തലയിൽ വയ്ക്കൂ. അത് വയ്ക്കുന്ന നിമിഷം ഞാൻ അത് ചുമക്കാം. ഇതുപോലെ തന്നെയാണ് മനോനിയന്ത്രണം. ആദ്യം നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ തുടങ്ങണം. അതിനുശേഷം ആവശ്യമാണെങ്കിൽ പതഞ്ജലിയുടെ യോഗദർശനം അടിസ്ഥാനമാക്കി എളുപ്പത്തിലുള്ള ചില മാർഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സ്വാമി വിവേകാനന്ദൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ചെറിയ സംഭവമുണ്ട്. ഔദ്യോഗിക ജീവചരിത്രങ്ങളിൽ ഒന്നും തന്നെ ഇത് കാണുകയില്ല. ഒരിക്കൽ സ്വാമിജി ഇംഗ്ലണ്ടിൽ ഒരു പ്രഭാഷണം നടത്തുമ്പോൾ ഹിന്ദു സൈക്കോളജി എന്ന വാക്ക് ഉപയോഗിക്കാനിടയായി. വേദിയിൽ ഇരുന്ന ഒരു ഇംഗ്ലീഷുകാരൻ എഴുന്നേറ്റ് നിന്ന് സ്വാമിജിയോട് ചോദിച്ചു, ഹിന്ദുമതത്തിന് സൈക്കോളജി എന്ന ഒന്നുണ്ടോ? സ്വാമിജി ഉടൻ മറുപടി നൽകി, ഉണ്ട്. നിങ്ങളുടെ സൈക്കോളജി രോഗബാധിതമോ അസാധാരണമോ ആയ മനസ്സുകളെക്കുറിച്ചാണ്. എന്നാൽ ഞങ്ങളുടെ സൈക്കോളജി ആരോഗ്യമുള്ള അസാമാന്യ മനസ്സുകളെക്കുറിച്ചാണ്. ഈ വെല്ലുവിളി സ്വാമിജിയെ രാജയോഗ ക്ലാസുകൾ തുടങ്ങാൻ പ്രേരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പതഞ്ജലിയുടെ യോഗസൂത്രങ്ങൾ സംബന്ധിച്ച പ്രഭാഷണങ്ങൾ ഇന്ന് പുസ്തക രൂപത്തിൽ ലഭ്യമാണ്. പതഞ്ജലി യോഗസൂത്രം മനോനിയന്ത്രണത്തിൻ്റെയും യോഗദർശനത്തിൻ്റെയും അടിസ്ഥാന ഗ്രന്ഥമാണ്. സൂത്രരൂപത്തിലുള്ള ഗ്രന്ഥങ്ങൾ സാധാരണമായി ഭാഷ്യത്തോടെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. ഉദാഹരണമായി ബ്രഹ്മസൂത്രം മഹാനായ ശങ്കരാചാര്യരുടെ വിശദമായ ഭാഷ്യമില്ലാതെ ഗ്രഹിക്കാനാകാത്തതുപോലെ പതഞ്ജലി യോഗസൂത്രത്തിനും വ്യാസൻ രചിച്ച വ്യാസഭാഷ്യം ഉണ്ട്. ഈ വ്യാസൻ ആരാണ് എന്ന് നമുക്കറിയില്ല. ആ ഭാഷ്യത്തിൻ്റെ ആരംഭത്തിൽ തന്നെ വ്യാസൻ ആയുർവേദം എന്ന ആരോഗ്യശാസ്ത്രത്തെ മനസ്സിൻ്റെ ശാസ്ത്രവുമായി താരതമ്യം ചെയ്യുന്നു. ആയുർവേദത്തിൽ സാധാരണയായി 4 പ്രധാന വിഷയങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്നു. ഒന്നാമത്തേത് അതായത് രോഗം, വിവിധ തരത്തിലും ഇനങ്ങളിലുമുള്ള രോഗങ്ങൾ. രണ്ടാമത്തേത് രോഗഹേതു, രോഗം ഉണ്ടാകാൻ കാരണമായ ഘടകങ്ങൾ. മൂന്നാമത്തേത് ആരോഗ്യം, രോഗം മാറിയാൽ ഒരാൾ ഏത് നിലയിൽ ആയിരിക്കും, ആ ആരോഗ്യമുള്ള വ്യക്തിയെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്നുള്ളതും. നാലാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് ഭൈഷജ്യം, രോഗങ്ങൾ സുഖപ്പെടുത്താനുള്ള വ്യത്യസ്ത മാർഗങ്ങളാണ് അത്. വ്യാസൻ ഇതേ അടിസ്ഥാന തത്വങ്ങൾ പതഞ്ജലിയുടെ യോഗസൂത്രങ്ങളുടെ വ്യാഖ്യാനത്തിലും പ്രയോഗിക്കുന്നു. എല്ലാവരും ദുഃഖിക്കുന്നു, ശാരീരികമായും മാനസികമായും. എന്നാൽ ആരും ദുഃഖം ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ആദ്യം ഈ ദുഃഖത്തിൻ്റെ കാരണമാണ് കണ്ടെത്തേണ്ടത്. ഹേയം ദുഃഖം അനാഗതം, അതായത് ഭാവിയിലെയും ഇപ്പോഴത്തെയും ദുഃഖത്തെ തടയാവുന്നതാണ് ഈ കാരണം കണ്ടെത്തിയാൽ. ദൃശ്യദൃശ്യയോഹോ സംയോഗോ ഹേയ ഹേതുഹു. ഈ സൂത്രം യോഗദർശനത്തിലെ അടിസ്ഥാന സിദ്ധാന്തമാണ്. മനുഷ്യരുടെ ദുഃഖത്തിൻ്റെ കാരണം എന്താണ് എന്ന് ഇത് വിശദീകരിക്കുന്നു. ശുദ്ധവും മാറ്റമില്ലാത്തതുമായ ബോധം, ദ്രഷ്ടാവ് അഥവാ ആത്മാവ് അല്ലെങ്കിൽ പുരുഷൻ, ദൃശ്യം അതായത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഭൗതികമായ ശരീരമന സമുച്ചയം അഥവാ പ്രകൃതി. ഈ പുരുഷൻ പ്രകൃതിയോട് താതാത്മ്യം പ്രാപിക്കുമ്പോൾ അപ്പോഴാണ് സുഖദുഃഖങ്ങൾ ജനിക്കുന്നത് എന്ന് ഇവിടെ പറയുന്നു. താൻ ശരീരമാണ് എന്ന ഉറച്ച തോന്നലിൽ ആത്മാവ് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സുഖദുഃഖങ്ങൾ തന്നിൽ ആരോപിക്കുന്നു. തസ്യ ഹേതുഹു അവിദ്യ. ഈ തെറ്റായ ഐക്യത്തിന് കാരണം അവിദ്യ അല്ലെങ്കിൽ അജ്ഞതയാണ്.
അവിദ്യ നശിച്ചാൽ ആത്മാവ് ശരീരമനസമുച്ചയവുമായി ഐക്യപ്പെടുന്നത് അവസാനിക്കും. കൈവല്യം പ്രാപ്തമാവുകയും ചെയ്യും. എന്താണ് കൈവല്യത്തിലേക്ക് നയിക്കുന്നത്? ഞാൻ ശരീരമല്ല, മനസ്സുമല്ല, ഞാൻ ആത്മാവാണ് എന്ന അറിവാണ് കൈവല്യത്തിലേക്ക് നയിക്കുന്നത്. ശരീര മനസ്സുകളുടെ സമുച്ചയം ജഡപ്രകൃതിയാണ്. അത് ഞാനല്ല, ഞാൻ ആത്മസ്വരൂപൻ അതുമായി തെറ്റായി ഐക്യപ്പെട്ടിരിക്കുകയാണ്. ഈ സത്യജ്ഞാനം ഉദിച്ചു വരുമ്പോൾ സ്വതസിദ്ധമായിട്ടാണ് ആത്മസാക്ഷാത്കാരവും ഉണ്ടാകുന്നത്. ഇപ്പോൾ യോഗ എന്ന വാക്കിലേക്ക് വരുമ്പോൾ പണ്ഡിതന്മാർ കണ്ടെത്തിയിരിക്കുന്നത് ഇത് അത്യന്തം പുരാതനമായ ഒരു സംവിധാനവും ശാസ്ത്രവുമാണ് എന്നതാണ്. ഇതിൻ്റെ പ്രതിഫലനങ്ങൾ നമുക്ക് ഋഗ്വേദത്തിലും കാണാനാകും. യുജ്യതേ മന ഉദ യുജ്യതേ ധിയോ വിപ്രാഹ. അതായത് വിദ്വാൻമാർ അവരുടെ മനസ്സ് ദൈവത്തിലേക്ക് ഏകീകരിക്കുന്നു. അവർ ദൈവത്തെ ധ്യാനം ചെയ്യുന്നു. അതിലൂടെ അവർ പരമമായ ആനന്ദവും സന്തോഷവും സമാധാനവും മോക്ഷവും നേടിയെടുക്കുന്നു. ഉപനിഷത്തുക്കളിലും യോഗ എന്ന വാക്ക് പലവട്ടം കാണാം. മറ്റ് ഉപനിഷത്തുക്കളെ അപേക്ഷിച്ച് മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ള അത്യന്തം മനോഹരമായ ഒരു ഉപനിഷത്തായ കഠോപനിഷത്ത് ഇങ്ങനെ പറയുന്നു: തം യോഗമിതി മന്യന്തേ സ്ഥിരമിന്ദ്രിയധാരണ. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് അവയെ സ്ഥിരമായി മനസ്സിൽ ലയിപ്പിക്കുകയും തുടർന്ന് ആ മനസ്സിനെ അന്തർമുഖമാക്കി ആത്മാവിൽ കേന്ദ്രീകരിക്കുകയും ചെയ്യാൻ കഴിയുമ്പോൾ അതിനെയാണ് യോഗം എന്ന് പറയുന്നത്. എന്താണ് യോഗത്തിൻ്റെ പ്രയോജനം? കഠോപനിഷത്ത് തന്നെ ഇങ്ങനെ പറയുന്നു: അധ്യാത്മയോഗാധിഗമേന ദേവം മത്വ ഹർഷശോകൗ ജഹാതി. ബുദ്ധിമാനും ധീരനുമായ വ്യക്തി അധ്യാത്മയോഗം, അതായത് ആത്മധ്യാനം അഭ്യസിക്കുന്നതിലൂടെ പുരാതനവും ഗഹനമായി മറഞ്ഞിരിക്കുന്നതുമായ ഗുഹാവാസിയായ ഹൃദയഗുഹരത്തിൽ വസിക്കുന്ന ആ ദിവ്യ പ്രകാശസ്വരൂപനെ, ആത്മതത്വം, അതിനെ തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവ് ഉണ്ടായാൽ അവനിൽ നിന്നും സന്തോഷവും ഹർഷം, ദുഃഖവും ശോകം വിട്ടൊഴിയുന്നു. അവൻ സുഖദുഃഖങ്ങൾക്ക് അതീതനാകുന്നു. ബുദ്ധിമാനും ധീരനുമായ വ്യക്തി പുറത്തേക്ക് പോകുന്ന മനസ്സിനെ തിരിച്ചു വിളിച്ച് ഹൃദയത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. അവിടെ പരമമായ ആത്മൻ വസിക്കുന്നു. മനസ്സ് ഹൃദയത്തിലെ അതേ പരമാത്മാവുമായി ഏകീകരിക്കപ്പെടുകയും അവനെ തിരിച്ചറിയുകയും ചെയ്താൽ ഈ ജീവിതത്തിൽ ദുഃഖം സൃഷ്ടിക്കുന്ന എല്ലാ ദ്വന്ദ്ങ്ങളിൽ നിന്നും അവൻ മുക്തനാകുന്നു. ശ്വേതശ്വേതാശ്വരോപനിഷത്തും യോഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അത്യന്തം രസകരമായ ഒരു സംഭവത്തോടെയാണ് ഈ ഉപനിഷത്ത് തുടങ്ങുന്നത്. ഒരു കൂട്ടം ഋഷിമാർ ഒരു കാട്ടിൽ ഒന്നിച്ചുകൂടുന്നു. കാട്ടിലെ ഒരു ആത്മീയ ധ്യാന ശിബിരത്തിനായിരുന്നിരിക്കാം. അവർ സൃഷ്ടിയുടെ ഉത്ഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആരംഭിച്ചു. ഈ ബ്രഹ്മാണ്ഡത്തിന് ഉത്ഭവം എപ്പോൾ, എവിടെ, ഈ ലോകം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, ആരാൽ, എന്ത് സംബന്ധമായി എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ അവർ ചർച്ച ചെയ്തു. ഓരോ ഋഷിയും തൻ്റെ അഭിപ്രായം മുന്നോട്ട് വച്ചു. മറ്റുള്ളവർ അത് ചോദ്യം ചെയ്തു. ഒരു തീരുമാനത്തിനോ വ്യക്തമായ ഒരു പരിഹാരത്തിനോ എത്താൻ അവർക്ക് സാധിച്ചില്ല. അപ്പോൾ അവർ നിശ്ചയിച്ചു, ഇത് വെറും ബുദ്ധിയിൽ കണ്ടെത്തേണ്ട കാര്യമല്ല, ഇനി നമുക്ക് ധ്യാനം ചെയ്ത് നോക്കാം. അങ്ങനെ അവർ എല്ലാവരും തങ്ങളുടെ ആശ്രമങ്ങളിലേക്ക് മടങ്ങി. അവർ ധ്യാനയോഗം പരിശീലിച്ചു. അവസാനം അവർ കണ്ടെത്തിയത് ഇതാണ്: പരബ്രഹ്മൻ, പരമാത്മാവ് തൻ്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പരാശക്തിയുടെ സഹായത്താൽ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു എന്ന സത്യമാണ്. ശ്വേതശ്വേതാശ്വര ഉപനിഷത്തിൽ ധ്യാനയോഗം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. ഈ ഉപനിഷത്തിൽ ചില ആസനങ്ങളെക്കുറിച്ചും പ്രാണായാമത്തെക്കുറിച്ചും പരാമർശമുണ്ട്. ഇന്ന് അച്ചടിച്ച് വന്നിട്ടുള്ള ഉപനിഷത്തുക്കളിൽ യോഗോപനിഷത്തുക്കളായി വർഗീകരിച്ചിട്ടുള്ള 20 ചെറിയ ഉപനിഷത്തുക്കൾ നമുക്ക് ലഭ്യമാണ്. ഇവയെല്ലാം യോഗദർശനത്തെയും യോഗത്തിൻ്റെ പ്രമാണങ്ങളെയും രീതികളെയും വളരെ വിശദമായി പ്രതിപാദിക്കുന്നു. യോഗശാസ്ത്രത്തിൻ്റെ ആചാര്യനാര്? ആരാണ് യോഗശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ്? ലോകത്തിന് ആദ്യം ഈ ജ്ഞാനം ആരാണ് ബോധിപ്പിച്ചത്? ഹിന്ദു ദർശനത്തിൽ ശാസ്ത്രങ്ങൾ ദൈവത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ്. ഇന്ന് ലോകത്ത് നാം കാണുന്ന പല കാര്യങ്ങളും ഏകദേശം പൂർണ്ണതയുടെ നിലയിൽ തന്നെയാണ് ഉള്ളത്. മനുഷ്യർക്ക് മാത്രം ഇത്രയും പരിപൂർണമായ വസ്തുക്കളെയോ സംവിധാനത്തെയോ സൃഷ്ടിക്കാനാവില്ല. ആദ്യം എല്ലാം തന്നെ ഭഗവാനിൽ നിന്ന് തന്നെയായിരിക്കണം ഉദ്ഭവിച്ചത്. ഹിരണ്യഗർഭൻ, ചതുർമുഖ ബ്രഹ്മൻ, ശിവൻ, വിഷ്ണു, നാരായണൻ അല്ലെങ്കിൽ നരനാരായണൻ എന്നിവരിൽ ഏതെങ്കിലും ഒരാളിൽ നിന്ന്.
കാലക്രമത്തിൽ ഈ ആശയങ്ങളിൽ പലതും ഭാഗികമായോ പൂർണ്ണമായോ നഷ്ടപ്പെട്ടിരിക്കാം. പിന്നീട് മറ്റൊരു മഹർഷി ഒരുപക്ഷെ മരണശയ്യയിലെ ധ്യാനം പോലെയുള്ള ആഴത്തിലുള്ള അനുഭവത്തിലൂടെ ഈ ജ്ഞാനം വീണ്ടും കണ്ടെത്തി പുനർജീവിപ്പിച്ചിരിക്കാം. അങ്ങനെ അദ്ദേഹം തിരിച്ചറിഞ്ഞതാകാം യോഗശാസ്ത്രത്തിൻ്റെ സൃഷ്ടാവും ഹിരണ്യഗർഭനോ ചതുർമുഖ ബ്രഹ്മനോ ആയിരിക്കണം എന്ന്. മഹാഭാരതം പറയുന്നു, സനത് കുമാരൻ, അതായത് ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്നും ജനിച്ച 4 മഹർഷികളിൽ ഒരാൾ തന്നെയാണ് യോഗശാസ്ത്രത്തിൻ്റെ ആദി ആചാര്യൻ. എന്നാൽ ഇന്നത്തെ രൂപത്തിൽ യോഗസൂത്രങ്ങൾക്ക് ആചാര്യനായി നാം കാണുന്നത് പതഞ്ജലി മഹർഷിയെ തന്നെയാണ്. പതഞ്ജലി യോഗസൂത്ര എന്നത് പതഞ്ജലി എന്ന മഹർഷിയുടെ തന്നെ സൃഷ്ടിയായിരിക്കാം. അല്ലെങ്കിൽ യോഗ പരമ്പരയിൽ നിന്ന് വന്ന ഒരു പ്രഗത്ഭ ഗുരുവായ പതഞ്ജലി തൻ്റെ കാലത്ത് ലഭ്യമായിരുന്ന എല്ലാ അറിവുകളും ശേഖരിച്ച് അവയെ ക്രമപ്പെടുത്തി യോഗശാസ്ത്രം രൂപപ്പെടുത്തിയതായിരുന്നിരിക്കാം. പുരാതന കാലത്ത് എല്ലാ ശാസ്ത്രങ്ങളും കൃത്യമായി മനഃപാഠമാക്കേണ്ടതായിരുന്നു. സൂത്രരൂപം അതിനായി ഏറ്റവും എളുപ്പവുമായിരുന്നു. അതിനാൽ അദ്ദേഹം ഈ ജ്ഞാനം സൂത്രരൂപത്തിൽ പഠിപ്പിച്ചു എന്ന് വേണം കരുതാൻ. പതഞ്ജലി ആദിശേഷൻ്റെ അവതാരമാണ് എന്ന് പറയപ്പെടുന്നു. പഠന ബോധന പ്രക്രിയയുടെ സമയത്ത് ആദിശേഷൻ സൂത്രങ്ങൾ ശിഷ്യന്മാരോട് ഉച്ചരിച്ചു കൊടുക്കുകയും അവർ അത് എഴുതിയെടുക്കുകയും ചെയ്യുമായിരുന്നു. തനിക്കും ശിഷ്യന്മാർക്കും ഇടയിൽ ഒരു തിരശ്ശീല വയ്ക്കണമെന്ന് ആദിശേഷൻ ആവശ്യപ്പെട്ടിരുന്നു. ശിഷ്യർ അദ്ദേഹത്തെ കാണരുത്, നേരെ നോക്കുകയും അരുത്. എന്നാൽ ഒരു ദിവസം ജിജ്ഞാസ നിയന്ത്രിക്കാനാകാതെ ശിഷ്യരിൽ ഒരാൾ തിരശ്ശീല ഒന്ന് മാറ്റി നോക്കി. അത്ഭുതം തന്നെ, അദ്ദേഹം ആദിശേഷൻ്റെ ദിവ്യരൂപം കണ്ടു. ഈ കഥ പതഞ്ജലി ആദിശേഷൻ്റെ അവതാരമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് വേണം കരുതാൻ.